ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അതിനാണ് പേരൻസിനോട് കുറച്ച് പേരോട് നേരത്തെ വരണമെന്ന് ആവശ്യപ്പെട്ടത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. ആദ്യം ഈശ്വര പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ വിജയ് സാറെ, ലിറ്റിൽ കൈറ്റ്സിന്റെ കോർഡിനേറ്റർ ടെസ്റ്റ് ടീച്ചർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ വിദ്യാർത്ഥികളെ, നമുക്കറിയാം സ്കൂളുകളിലെ പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും ഉണ്ട്. അതിനുവേണ്ടി വിവിധങ്ങളായ ക്ലബ്ബുകളുണ്ട്. സ്പോർട്സ്, ആർട്സ്, മാത്രമല്ല സയൻസ് ക്ലബ്ബ്, കൂടാതെ നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ്, NCC, NSS ഇങ്ങനെയുള്ള ക്ലബ്ബുകളെല്ലാം കുട്ടികളുടെ തനതായ അവരുടെ ഇൻഡോർ ആയിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും വേണ്ടിയുള്ള ക്ലബ്ബുകളാണെന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്ത ഒരു ക്ലബ്ബാണ് ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്. കുട്ടികൾക്ക് അവരുടെ പഠന പ്രവർത്തനങ്ങളെ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എങ്ങനെ അവർക്ക് തന്നെ പ്രയോജനപ്പെടുത്തി സ്വയം അതിൽ ഡെവലപ്പായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഈ ക്ലബിലൂടെ ഉദ്ദേശിക്കുക. നമ്മുടെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കുട്ടികൾ വളരെ സമർത്ഥമായി ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോകുന്നു. അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്ന് ഇങ്ങനെ ഒരു അവയർനെസ് ക്ലാസ് ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത്. പ്രധാനമായി 3 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവർ വളരെ ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. ഒന്ന് ഹെൽത്തുമായി ബന്ധപ്പെട്ട്, രണ്ടൊന്ന് സൈബർ സുരക്ഷ, മൂന്നാമത് കുട്ടികൾ, നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. എന്നാൽ അതിന് പേരൻസിന് ഒരു കൺട്രോൾ സാധ്യമാകുന്ന വിധത്തിൽ നിരവധി ആപ്പുകളുണ്ട്. അപ്പൊ അത്തരം ചില ആപ്പുകളെ കുറിച്ചാണ് അവർ മൂന്നാമതൊരു ടോപ്പിക്കിൽ സംസാരിക്കുക. അപ്പം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. ഈ അവസരത്തിൽ ഞാൻ ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ വിജയ് സാറിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൽ കോർഡിനേറ്റർ ടെസ്റ്റ് ടീച്ചറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെ ക്ഷണം സ്വീകരിച്ച് വളരെ നേരത്തെ ഈ ഒരു കാര്യത്തോട് സഹകരിക്കാനായിട്ട് എത്തിച്ചേർന്ന് ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മറ്റ് അധ്യാപകരുണ്ട്, ലിറ്റിൽ കൈറ്റ്സിലെ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾ എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വിജയ് സാറിനെ ക്ഷണിക്കുന്നു. ലിറ്റിൽ കൈറ്റ്സിന്റെ കോർഡിനേറ്ററായ ടീച്ചർ ജോസഫ് സാർ, ലിറ്റിൽ കൈറ്റ്സിലെ പ്രവർത്തകരായ കുഞ്ഞുങ്ങളെ,
ഇവിടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന മാതാപിതാക്കളെ, സ്കൂളിലെ IT കോർഡിനേറ്ററായ SATC ആയ മോഹൻ സാർ, മറ്റ് അധ്യാപകരെ, നമുക്കറിയാം കോവിഡിന് ശേഷം ഓൺലൈനായി പഠനം ശേഷം ഓഫ്ലൈനിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കമ്പൈൻഡ് ആയ എഡ്യൂക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൺലൈനും ഓഫ്ലൈനും പൂർണ്ണമായിട്ടും മൊബൈൽ ഫോണോ മറ്റ് IT സാങ്കേതിക സഹായങ്ങളോ ഒഴിവാക്കിക്കൊണ്ടൊരു വിദ്യാഭ്യാസം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുട്ടികൾ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പേരൻസിനെ നമുക്ക് അറിയേണ്ട കാര്യം. കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട് IT മേഖലയിൽ മറ്റ് സാങ്കേതിക മേഖലയിൽ പ്രാവീണ്യം ആർജിച്ച് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല മാതാപിതാക്കൾ നിസ്സഹായരായിട്ട് നിൽക്കാറുണ്ട്. അത് സഹായാവസ്ഥ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. നമുക്കതിൽ വേറെ പോംവഴികളൊന്നുമില്ല. നമ്മളും ഈ മൊബൈൽ മേഖലയിലും IT മേഖലയിലും ഒക്കെ അടിസ്ഥാനപരമായ അറിവ് ആർജിക്കുക, പ്രാവീണ്യം ഉണ്ടാകുക എന്നുള്ളതന്നെ. ഇത് മറ്റൊരു വേദി കൊണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെയാണ് നമുക്ക് ഉപയോഗിക്കുക. പിന്നെ സുഹൃത്തുക്കൾ വഴിയുള്ള അറിവുകളൊക്കെയാണ്. തീർച്ചയായും കുട്ടികൾക്കൊപ്പം നമ്മൾ സ്മാർട്ടായേ പറ്റൂ. കുട്ടികൾ ഉപയോഗിക്കുന്ന സൈറ്റുകൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ച് +2 മുതലുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ ഒരുപാട് ആപ്പുകൾ, ഓൺലൈൻ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് പഠനത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അത് എക്സാമിനർ മുതൽ സൈലം തുടങ്ങിയ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. +2 മേഖല കൂടുതലുണ്ട്, 10ാം ക്ലാസ്സിൽ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു പോസിറ്റീവ് സൈഡ്. നെഗറ്റീവായിട്ട് ഇതേ സമയത്ത് തന്നെ പലപ്പോഴും ഓൺലൈൻ ഗെയിമുകളിലും അതുപോലെ കുട്ടികൾ കയറേണ്ടാത്ത സൈറ്റുകളിലും കയറി ഇറങ്ങി സമയം കളയുകയും അവിടെ പഠനത്തിനുള്ള വിലപ്പെട്ട ആ സമയം പാഴാക്കുകയും ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. പേരൻസ് നിലയിൽ നമ്മൾ കുട്ടികളെ എന്ത് ഉപയോഗിക്കും എന്ന് അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് മൊബൈല് ഫോൺ അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പൊതുവായിട്ട് നമ്മുടെ ഒപ്പം ഇരുന്ന് ഉപയോഗിക്കുന്ന രീതിയിൽ വേണം അവർ നിർദ്ദേശം കൊടുക്കുക. നമ്മുടെ ഒപ്പം ഇരുന്ന് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും മാത്രമേ അനുവദിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, റൂമുകളിൽ സ്വന്തമായ റൂമുണ്ടെങ്കിൽ റൂമുകളിൽ വൈകുന്നേരം കിടക്കുന്ന സമയത്തോ മറ്റ് സമയത്തോ മൊബൈൽ കൊടുത്തു വിടരുത്, അല്ലെങ്കിൽ മറ്റ് ലാപ്ടോപ്പ് സൗകര്യം കൊടുക്കരുത്. അത് കുട്ടികൾക്ക് ചിലപ്പോൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഇവിടുത്തെ ടിക്കറ്റ്സിലെ കുട്ടികൾ 66 കുട്ടികൾ 8ലും 9ലുമായിട്ട് ടിക്കറ്റ്സ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ക്ലബിൽ അംഗങ്ങളായിട്ടുണ്ട്. വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന, വളരെ ക്രിയേറ്റീവായ പല കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള മിടുക്കരായ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണത്. അത് കൃത്യമായി റെഗുലറായിട്ട് അവർ രാവിലെ വൈകുന്നേരം ഒക്കെ ഈ ടിക്കറ്റ്സ് മുതൽ അധ്യാപക നേതൃത്വത്തിൽ പരിശീലനം ആർജിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് നമുക്കറിയാം. ഒന്ന് സൈബർ സെക്യൂരിറ്റി, മൊബൈൽ ഫോൺ മേഖലയിൽ അല്ലെങ്കിൽ IT മേഖലയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഭീഷണികൾ കുട്ടികളായ മുതിർന്നവരായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ നേടാറുണ്ട്. അതിനെക്കുറിച്ച് അറിവുണ്ടാകുക. 2 ഹെൽത്ത് ടിപ്പുകൾ, ഹെൽത്ത് ആരോഗ്യകരമായ രീതിയിലുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണക്രമം മുതൽ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് അറിവിക്കുന്ന രീതി. അങ്ങനെ 3 വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. കുട്ടികൾ ഇവരെ ഓരോരുത്തരെ അഭിനന്ദിക്കാനും പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന അധ്യാപകരെയും IT മേഖല പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരും അതിനെ അറിയിച്ചുകൊള്ളുന്നു. ഔദ്യോഗികമായിട്ട് ഇന്നത്തെ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. Good afternoon to all. സ്നേഹബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, അധ്യാപകരെ, പ്രിയമാർ. എൻ്റെ പേര് മരിയ ബിജു. എൻ്റെ പേര് സ്റ്റാനിയ സാബു. ഞങ്ങൾ 9ലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ COVID-19 വന്നതിന് ശേഷം കുട്ടികളുടെ ഫോൺ ഉപയോഗം പഴയതിൽ നിന്നും ഒരുപാട് കൂടിയിട്ടുണ്ട്. പല കുട്ടികൾക്കും സ്വന്തമായി ഫോൺ ഉണ്ട്. അതിനാൽ തന്നെ കുട്ടികൾ പഠിക്കേണ്ട സമയത്തും ഉറങ്ങേണ്ട സമയത്തും കായികപരമായ വിനോദങ്ങളിൽ ഏർപ്പെടേണ്ട സമയത്തും എന്തിനേറെ പറയുന്നു, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പോലും ഫോണിൽ ഗെയിം കളിച്ചും ചാറ്റ് ചെയ്തും ഒക്കെ ഇരിക്കാറുണ്ട്.
ഇവയൊക്കെ കുട്ടികളുടെ ആരോഗ്യത്തെയും പഠനത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇവയ്ക്കൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഇത്തരത്തിലുള്ള ഫോൺ ഉപയോഗത്തെ പാരന്റ്സ് കൺട്രോൾ ചെയ്യേണ്ടതല്ലേ? ഇതിന് നമ്മളെ ക്രോഹ എന്ന ആപ്ലിക്കേഷൻ സഹായിക്കും. ഈ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്ന് പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്ത് സാധിക്കും. കുട്ടികൾ ഇപ്പോൾ വീടിനുള്ളിലായാലും പുറത്തെവിടെയായിരുന്നാലും പാരന്റിന്റെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് കുട്ടികളുടെ ഫോൺ പല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ പാരന്റ്സിനെ സഹായിക്കും. ഇനി നമുക്ക് ഒരു വീഡിയോ കാണാം. ഇനി ഞങ്ങൾ പേരന്റ് കൺട്രോളിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഗുണങ്ങൾ പറയാം. ഈ ആപ്ലിക്കേഷനിലൂടെ എത്ര സമയം കുട്ടികൾ ഫോൺ ഉപയോഗിക്കണമെന്നത് മാതാപിതാക്കൾക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നിശ്ചിത സമയത്തേക്ക് കുട്ടികളുടെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതിനാൽ മാതാപിതാക്കൾ ഉറങ്ങിയതിനു ശേഷമോ രാത്രിയിലോ ഉള്ള കുട്ടികളുടെ ഫോൺ ഉപയോഗം തടയാം. ഏത് ആപ്ലിക്കേഷനുകളായാലും അനാവശ്യമായി ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കി അത് സ്റ്റോപ്പ് ചെയ്യാൻ ഈ ആപ്പ് സാധിക്കും. ഇനി ഫോണും കുട്ടികളുടെ കണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആരോഗ്യപരമായ രീതിയിൽ കീപ്പ് ചെയ്യാൻ ഉള്ള സെറ്റിംഗ്സും ഇതിലുണ്ട്. ഈ ആപ്പ് വഴി കുട്ടികളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് കുട്ടികൾ എത്ര നേരം പുറത്തേക്ക് പോകണം, പേരന്റ് അനുവദിച്ചതിലും ദൂരം കുട്ടികൾ പോകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാനും പല അപകടങ്ങളും തടയാനും സാധിക്കും. വീഡിയോ വരെ സേവ് ചെയ്തു സമയമില്ല വേണമെങ്കിൽ വെക്കാം ഈ ഉള്ളി നോക്കി പ്രൊജക്റ്റ് ഓപ്ഷൻ കഴിയും. പരിധികളുള്ള ഇത്തരത്തിലുള്ള ഓരോ സന്ദർഭത്തിലും ഈ ആപ്ലിക്കേഷൻ പാരന്റിന്റെ ഫോണിൽ അലേർട്സ് നോട്ടിഫിക്കേഷനും ഒക്കെ തരുന്നതായിരിക്കും. കുട്ടികൾ കാണാൻ പാടില്ലാത്ത പല സൈറ്റുകളും ഈ ആപ്ലിക്കേഷനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. കുട്ടികൾ അനാവശ്യമായ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാതിരിക്കാനും ഓൺലി സേഫ് ഗൂഗിൾ സെർച്ച് മാത്രം ചെയ്യാനുമുള്ള സെറ്റിംഗ് ഇതിലുണ്ട്. പുതിയ കോൺടാക്റ്റും മെസ്സേജ് ഹിസ്റ്ററികളും പുതിയ ഫോട്ടോസും ഡിലീറ്റ് ചെയ്ത ഹിസ്റ്ററിയും ഒക്കെ പേരിന് അറിയാനും സാധിക്കും.
നിങ്ങളുടെ തിരക്കുകൾ കാരണവും മറ്റു ജോലികൾ കാരണവും കുട്ടികൾ ഫോണിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. കുട്ടികൾ എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിച്ച് എന്നറിയാൻ ഏതൊക്കെ സോഷ്യൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എന്നറിയാൻ സഹായിക്കുന്നതാണ് ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പേരന്റൽ കൺട്രോൾ. ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അതിലെ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പേരന്റൽ കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തോരം സമയം ഫോൺ ഉപയോഗിച്ചു എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സ്വന്തമായിട്ട് ഫോണുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റാണ് പാരന്റൽ കൺട്രോൾ എന്നത്. കൊച്ചുകുട്ടികൾ പോലും ഫോണിന് അഡിക്റ്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. 12ാം ക്ലാസ് വരെ ഒരു കാരണവശാലും കുട്ടികൾക്ക് സ്വന്തമായി മൊബൈൽ നൽകരുത്. മാതാപിതാക്കളുടെ മൊബൈൽ അല്പനേരം കാണാൻ കൊടുത്താലും പേരന്റിന്റെ കൺട്രോളിൽ ആയിരിക്കണം. മക്കൾ എപ്പോഴും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലായിരിക്കണം. അവരെ നല്ല വഴിയിലേക്ക് നയിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നന്ദി. ഇത്രയും നേരം നമുക്ക് ക്ലാസ് എടുക്കുന്ന സ്റ്റാനിയയ്ക്കും മരിയയ്ക്കും ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് അടുത്ത സെഷൻ ക്ലാസ് എടുക്കുവാനായി റിമേനിയൻ DNA ക്ഷണിക്കുന്നു. Good afternoon, parents and teachers and my dear friends. എൻ്റെ പേര് റീന ഷിബു. എൻ്റെ പേര് ലിയ ലിൻസൺ. ഞങ്ങൾ 9ാം ക്ലാസ്സിലെ ലിറ്റിക്കൽസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തി ലൈഫ് ആണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നറിയാനുള്ളൊരു സംവിധാനത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് തുടങ്ങാം. നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ നിങ്ങൾക്കുള്ളത്, അതോ അമിത ഭാരമാണോ ഉള്ളത്? വെയിറ്റ് കുറയ്ക്കണോ അതോ വെയിറ്റ് കൂട്ടണോ? ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ BMI എന്നതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് സർവമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരത്തിന്റെ ഭാരം വെയിറ്റും കണക്കിൽ കൂട്ടിക്കൊണ്ടാണ് നമ്മൾക്ക് ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ 4 കാറ്റഗറീസ് ഉണ്ട്: അണ്ടർ വെയിറ്റ്, നോർമൽ, ഓവർ വെയിറ്റ്, ഒബേസ്. അപ്പോൾ കൂടുതൽ ഭാരമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെതായ ഡയറ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നോർമൽ ആണ്, ഇപ്പം നോർമൽ ആണ് എങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മുടെ മാസൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. പിന്നെ ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഫുഡ് ഡയറ്റ്സ് ഒക്കെ എടുക്കാം. പിന്നെ BMI 30 കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫോണുകളിൽ തന്നെ ഈ BMI നമുക്ക് പ്ലേ സ്റ്റോർ വഴി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങളുടെ ഫോണിനകത്ത് പ്ലേ സ്റ്റോറിൽ BMI കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാൽക്കുലേറ്റർ നമുക്ക് ലഭ്യമാകും. അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റും ഹൈറ്റും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ BMI നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കാണാം. വെയിറ്റ് അറിയാമോ? ചേച്ചിയുടെ BMI എന്ന് പറയുന്നത് നോർമലാണ്. 20 കൃത്യമാണ് വിജയിക്കുന്നത്. 24 വരെ നമുക്ക് അതിനകത്ത് BMI കൂടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ BMI എന്ന് പറയുന്നത് നോർമലാണ്. ചേച്ചി ഇതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്താൽ മതിയായിരിക്കും. ചേച്ചിയുടെ ചിലരുടെ വെയിറ്റ് ഹൈറ്റ്
ചേട്ടന്റെ ഫുഡ് എന്ന് പറയുന്നത് നോർമലിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പം ചേട്ടൻ ഫുഡ് കൺട്രോൾ ചെയ്യാവുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നോർമലായി പോയാലും ഒരു കുഴപ്പമില്ല. ചേച്ചിക്കുണ്ട്. അപ്പൊ ചേച്ചിക്ക് നോർമലിനേക്കാൾ കുറവാണ് ചേച്ചി. ഇപ്പൊ കുറച്ചുകൂടെ ഫുഡൊക്കെ കഴിച്ചു കൊള്ളുക. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ BMI കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് BMI കാൽക്കുലേറ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു. ക്ലാസ് എടുത്ത റീമയോടും ബിയോടും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സെഷൻ ക്ലാസ് എടുക്കുവാനായി സൂര്യനെ നവീനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയ മാതാപിതാക്കൾ, അധ്യാപകർ. എന്റെ പേര് സൂര്യകേശവ് പി. എൻ. നമ്മുടെ ലിറ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇവിടെ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ക്ലാസ് ആണ് നമ്മളോട് അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കൊരു വീഡിയോ കണ്ട് ക്ലാസ്സിലോട്ട് കടക്കാം. സ്ഥലമില്ല, പിള്ളേർ പൊക്കും. സെക്യൂരിറ്റി എന്നത് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ നെറ്റ്വർക്കുകളുടെ മോഷണം അല്ലെങ്കിൽ കേടുപാടുകൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാറ്റ എന്നിവയിൽ നിന്നും അതുപോലെ തന്നെ സേവനങ്ങളുടെ തടസ്സത്തിൽ നിന്നോ തെറ്റിദ്ധാരണയിൽ നിന്നോ ഉള്ള പരിരക്ഷയാണ് സൈബർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, നെറ്റ്വർക്കുകൾ, പ്രോഗ്രാമുകൾ, ഡാറ്റ എന്നിവ ഡിജിറ്റൽ ആക്രമണങ്ങൾ, അനധികൃത ആക്സസ്, കേടുപാടുകൾ അല്ലെങ്കിൽ മോഷണം എന്നിവയിൽ നിന്നും പരിരക്ഷിക്കുന്നുള്ള രീതിയെ സൈബർ സുരക്ഷ സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ ഡൊമൈനിലെ വിവരങ്ങളും രഹസ്യാത്മക സമഗ്രത, ലഭ്യത എന്നിവ ഉറപ്പാക്കുന്നതിന് വിവിധ നടപടികൾ, സാങ്കേതിക വിദ്യകളും നടപ്പിലാക്കുന്നതിന് ഇതിൽ ഉൾപ്പെടുന്നു. ഫിഷിംഗ്, ഹാക്കിംഗ്, മറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഭീഷണികളിൽ നിന്നും ഡിജിറ്റൽ ആസ്തികളും വിവരങ്ങളും സംരക്ഷിക്കാൻ സൈബർ സുരക്ഷ ലക്ഷ്യമിടുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സുരക്ഷത്തിന് സാധ്യതയുള്ള അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള പ്രതിരോധ നടപടികളും പ്രതികരണ നടപടികളും ഫീൽഡ് ഉൾപ്പെടുന്നു. വിവര സാങ്കേതിക വിദ്യയിലും പ്രയോഗിക്കുന്ന സൈബർ സുരക്ഷയാണെന്ന് കമ്പ്യൂട്ടറുകൾ, ഡാറ്റ നെറ്റ്വർക്കുകൾ, റൂട്ടുകൾ, സ്വിച്ചുകൾ എന്നിവ പോലുള്ള നെറ്റ്വർക്കുകളിലേക്ക് കണക്ട് ചെയ്യുന്നതിനോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതോ ആയ എല്ലാ ഉപകരണങ്ങളും പോലുള്ള ഡാറ്റ സംഭരിക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതോ നീക്കം ചെയ്യുന്നതോ അല്ല എല്ലാ സാങ്കേതിക വിദ്യകളും ഇതിൽ ഉൾപ്പെടുന്നു. നുഴഞ്ഞുകയറ്റം, അനധികൃത ഉപയോഗം, നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരെ എല്ലാ വിവര സാങ്കേതിക ഉപകരണങ്ങളും സൗകര്യ സുരക്ഷിതമാകേണ്ടതുണ്ട്. കൂടാതെ വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോക്താക്കൾ സ്വത്തുക്കളുടെ മോഷണം, കൊള്ളയടിക്കൽ, ഐഡന്റിക്കൽ മോഷണം, സ്വകാര്യ വിവരങ്ങളുടെ സ്വകാര്യതയും രഹസ്യ സ്വഭാവവും നഷ്ടപ്പെടൽ, ശുദ്ധകരമായ വികൃതികൾ, ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ, ബിസിനസ് പ്രക്രിയയിൽ വിട്ടുവീഴ്ച, സൈബർ കുറ്റവാളികളുടെ പൊതുവായ പ്രവർത്തനം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം. വൈദ്യുതി പ്രവർത്തനത്തിന്റെ വിട്ടുവീഴ്ച അല്ലെങ്കിൽ നഷ്ടം പോലുള്ള സൈബർ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന പൊതുജനങ്ങളെ സംരക്ഷിക്കണം.
സൈബർ സുരക്ഷയെക്കുറിച്ച് നല്ല ക്ലാസ് എടുത്തുന്ന സുരേഷിന് നന്ദി. അല്പമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മാതാപിതാക്കൾക്കും ഈ പരിപാടി ഞങ്ങൾക്ക് എല്ലാവരുടെ സഹായങ്ങളും നൽകിയ ജോലി സാറിനും ലിറ്റിക്കൈസ് ടീച്ചേഴ്സായ ടീച്ചറിനും ജോലി സാറിനും ഞങ്ങളുടെ ലിറ്റിക്കൈസ് അംഗങ്ങളുടെ വഴിയെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇത് വെച്ചായിരുന്നോ കഴിഞ്ഞു വന്നിട്ട്